ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേഷ്യസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സീരീസിൽ ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കാരണം ട്രിബ്യൂണിന്റെ മുമ്പാകെ അപേക്ഷ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫീസുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റിയെ റീക്ലാസിഫൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഫീസ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ, അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ, പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഫീസ്, ഇതൊക്കെ അമെന്റ്മെന്റ് വന്നിട്ടുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് വന്ന അമെന്റ്മെന്റിൽ ഉള്ളതാണ്. അതുകൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന മക്കളെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2023 വന്ന ചോദ്യമാണ് അല്ലേ. എവറി അപ്പീൽ മെമ്മോറാണ്ടം ടു ദ ട്രിബ്യൂണൽ അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 82, സെക്ഷൻ 82 സബ്സെക്ഷൻ 1 പ്രകാരം അപ്പീൽ, നമ്മൾ ട്രിബ്യൂണലിന് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കേണ്ട ഫോം നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 18. ഏതാണ് ഉത്തരം? നിങ്ങൾക്ക് ഉത്തരം അറിയാം. വേഗം ഉത്തരം പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം. 15 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഈ 15 എന്ന് പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അപ്പീലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോം നമ്പർ 15. പഠിച്ചു വെക്കണം. അപ്പീലുമായി ബന്ധപ്പെട്ടതാണ് ഫോം നമ്പർ 15. എന്താണ് അപ്പീൽ എന്നും എന്താണ് റിവിഷൻ എന്നും എന്താണ് റിവ്യൂ എന്നും മനസ്സിലാക്കണം. കാരണം അപ്പീൽ, റിവിഷൻ, റിവ്യൂ ഇത് മൂന്നിനുമുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? ട്രിബ്യൂണലിന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. അപ്പീൽ, അതുപോലെ തന്നെ റിവിഷൻ, അതുപോലെ തന്നെ റിവ്യൂ, ഇത് മൂന്നിനുമുള്ള അധികാരം ആർക്കാണുള്ളത്? ഇത് മൂന്നിനുമുള്ള അധികാരം ട്രിബ്യൂണലിനാണ് ഉള്ളത്. ഓർത്ത് വെക്കുക. എന്നാൽ അപ്പീൽ സമർപ്പിക്കുവാൻ നമുക്ക് ട്രിബ്യൂണലിന് മുമ്പാകെ പറ്റുന്നത് പോലെ തന്നെ RCSന്റെയോ ഗവൺമെന്റിന്റെയോ മുൻപാകെ പറ്റും. അതുപോലെ തന്നെ റിവിഷൻ ആണെങ്കിലും ഇവരുടെ മുൻപാകെ കഴിയും. എന്നാൽ റിവ്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മുൻപാകെയും RCSന്റെ മുൻപാകെയും സാധിക്കില്ല. ഓർത്തു വെക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പീൽ, റിവിഷൻ, റിവ്യൂ മൂന്നിനുള്ള അധികാരം ട്രിബ്യൂണലിനാണ്. അപ്പീൽ, റിവിഷനുള്ള അധികാരം ഗവൺമെന്റിനും RCSനും ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. എന്താണ് ട്രിബ്യൂണൽ എന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട സെക്ഷൻസ് പറയാം. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്തെങ്കിലും കേസുകൾ നടന്നാൽ അതിന്റെ ഫൈനൽ വിധി വന്നിട്ട് വീണ്ടും നമുക്ക് അതിൽ ആ സംതൃപ്തി ആയില്ലെങ്കിൽ നമ്മൾ ഈ സുപ്രീം കോർട്ടിലൊക്കെ പോകുന്നത് പോലെ നമുക്ക് പോകാൻ കഴിയുന്ന ടോപ്പസ്റ്റ് അതോറിറ്റിയാണ് ട്രിബ്യൂണൽ എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ട്രിബ്യൂണലിന് മുമ്പാകെ പരാതിപ്പെടാൻ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കാൻ, അപ്പീൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് സെക്ഷൻ 82 പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ്. ഓക്കെ ആണേ. അപ്പൊ ഇത്രയും സെക്ഷൻസ് പഠിച്ചു വയ്ക്കുക. ഇതെന്താണെന്നൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സമറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 81 ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ് ട്രിബ്യൂണൽ? റൂൾ 95 പറയുന്നുണ്ട്. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പേഴ്സൺ മാത്രമേ ഉള്ളൂ, 1 മാൻ ആയിരിക്കും വരുന്നത് അല്ലെ. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറി ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. ഒറ്റ വ്യക്തിയാണ് വന്ന ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് അറിയാം. ഓഫീസ് രാവിലെ 10:15 to 5:15 വരെയാണ് പ്രവർത്തിക്കുന്ന സമയം. സൺഡേ ഹോളിഡേ ആയിരിക്കും. മറ്റുള്ള ദിവസങ്ങളും ബാധകമായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയ വ്യക്തിയോ ആയിരിക്കുന്ന വ്യക്തിയോ ആയിരിക്കണം ആരായിട്ട് വരുത്താൻ? ട്രിബ്യൂണൽ ആയിട്ട് വരാൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സെക്ഷൻ 81. സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. അതായത് ഈ ട്രിബ്യൂണലിന്റെ മുമ്പാകെ നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ കഴിയുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് സെക്ഷൻ 82 കേസസ് ആക്ടിലെ 82ാം സെക്ഷനിലാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. കാരണം അത് നന്നായിട്ട് പഠിക്കണം. സെക്ഷൻ 71 പ്രകാരം, സെക്ഷൻ 76 പ്രകാരമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ട്രിബ്യൂണലിനെ സമീപിക്കാൻ കഴിയും എന്നൊക്കെ അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. 83 അപ്പീൽസ് ടു അതർ അതോറിറ്റി. അതർ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആരായിരിക്കാം? നമ്മുടെ RCS അല്ലെങ്കിൽ ഗവൺമെന്റ്. ശരിയല്ലേ? അതായത് ട്രിബ്യൂണലിന് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കാം. RCSന്റെയോ ഗവൺമെന്റിന്റെയോ മുമ്പാകെ അപ്പീൽ സമർപ്പിക്കാം. ട്രിബ്യൂണലിന് മുമ്പാകെ സമർപ്പിക്കേണ്ട അപ്പീൽ 82 പ്രകാരം, RCS അല്ലെ ഗവൺമെന്റ് മുമ്പാകെ സമർപ്പിക്കേണ്ട അപ്പീൽ 83 പ്രകാരമാണെന്ന് ഓർത്തു വയ്ക്കുക. സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രിബ്യൂണൽ. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. റിവിഷൻ, ട്രിബ്യൂണൽ നടത്തുന്ന റിവിഷൻ 84 പറയുന്നു. എന്താണ് റിവിഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. നമ്മുടെ RCS അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ട്, ഒരു ഡിസിഷൻ എടുത്തു. അതായത് ഏതെങ്കിലും ഒരു പരാതിന്മേലോ ഏതെങ്കിലും ഒരു കാര്യത്തിന്മേലോ
ഒരു RCS ആർബിട്രേഷൻ കോർട്ടോ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നമുക്ക് ബോധിച്ചില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനുമേൽ വീണ്ടും ഒരു പരാതി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ തീരുമാനത്തിന്മേൽ നമ്മൾ പോകുന്നതാണ് അപ്പീൽ എന്ന് പറയുന്നത്. ആരുടെ മുമ്പാകെ പോകണം? ഇതിന് മുൻപാകെ അപ്പീൽ പോകേണ്ടത് ട്രിബ്യൂണലിന്റെ മുമ്പാകെയാണ് നമ്മൾ അപ്പീൽ സമർപ്പിക്കേണ്ടത്. ട്രിബ്യൂണലിന്റെ മുമ്പാകെ നമ്മൾ അപ്പീൽ സമർപ്പിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ? ഇവിടെ ഡിസിഷൻ എടുത്ത് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ സമർപ്പിക്കണം. ട്രിബ്യൂണൽ മുമ്പാകെ അപ്പീൽ സമർപ്പിക്കണം. എടാ മക്കളെ 82 പ്രകാരം അല്ലെ, സെക്ഷൻ 82 പ്രകാരം ഈ 60 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ, സമയപരിധി കഴിഞ്ഞുപോയി. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലെ, പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ട്. 60 ദിവസം കഴിഞ്ഞു, അപ്പീൽ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ട്രിബ്യൂണൽ മുമ്പാകെ പോകാൻ കഴിയുന്ന, അപ്പൊ അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല, നമ്മൾ ട്രിബ്യൂണലിന്റെ മുമ്പാകെ വേറൊരു ലൂപ്പ് ഹോളിലൂടെ നമ്മൾ കടന്നു ചെല്ലും. സെക്ഷൻ 84 പ്രകാരമുള്ള റിവ്യൂ സമർപ്പിക്കും. അപ്പോൾ അപ്പീൽ കാലാവധി കഴിഞ്ഞാലാണ് റിവ്യൂ സമർപ്പിക്കുന്നത്. ചോദ്യം വന്നിട്ടുണ്ട്, പഠിച്ചു വെക്കണം. അപ്പീൽ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റിവിഷനോ 84 പ്രകാരം റിവിഷൻ ആയിട്ട് പോകും. റിവ്യൂ അല്ലെ 84 പ്രകാരം റിവിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രിബ്യൂണലിനെ സമീപിക്കും. അപ്പോൾ ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നറിയാമോ? ട്രിബ്യൂണൽ പുതിയ ഒരു ഓർഡർ പുറപ്പെടുവിക്കില്ല, പുതിയ വിധി പ്രഖ്യാപിക്കില്ല. ഇന്ന വിധി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിക്കില്ല. ട്രിബ്യൂണൽ ഒരു തീരുമാനം എടുക്കും. ഇത് ആരുടെ ഡിസിഷൻ പുറത്താണ് നമ്മളിപ്പോ അവിടെ റിവിഷൻ ചെന്നിരിക്കുന്നത്? RCS അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടോ എടുത്ത ഏതോ ഒരു തീരുമാനത്തിന് മുകളിലാണ് നമ്മളിപ്പം റിവിഷനുമായി ബന്ധപ്പെട്ട് ട്രിബ്യൂണൽ മുമ്പാകെ ചെന്നിട്ടുള്ളത്. ഇപ്പൊ ഇരിക്കട്ടെ, RCS എടുത്ത ഏതോ ഒരു തീരുമാനത്തിന് മുകളിലാണ്, RCS ഒരു തീരുമാനം എടുത്തതിന് മുകളിലാണ് നമ്മൾ ഈ റിവിഷനുമായി ബന്ധപ്പെട്ട് ട്രിബ്യൂണൽ മുമ്പാകെ ചെന്നത് എങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യുന്നറിയോ? RCSന് ഒരു നിർദ്ദേശം കൊടുക്കും. എന്തെന്നറിയാവോ? RCSനോട് പറയും, താങ്കളെടുത്ത തീരുമാനം ഒന്നുകൂടെ പുനർപരിശോധിക്കണം. മനസ്സിലായോ? താങ്കളെടുത്ത തീരുമാനം താഴെത്തട്ടിലേക്ക് പറയാം. താങ്കളെടുത്ത തീരുമാനം ഇന്ന തെളിവുകളൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചിട്ട് അവർക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് കൊടുക്ക് എന്നുള്ള ഡയറക്ഷൻ ആണ് ആര് കൊടുക്കുന്നത്? ട്രിബ്യൂണൽ കൊടുക്കുന്നത്. അതാണ് റിവിഷൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണോ? അല്ല. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നാണ്, അത് പഠിച്ചു വെക്കുക. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 പ്രകാരം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പസ്റ്റ് അതോറിറ്റി ആയിട്ടുള്ള ട്രിബ്യൂണൽ ഒരു തീരുമാനം എടുത്തു. ട്രിബ്യൂണൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനൽ ആയിരിക്കുമല്ലോ, ഫൈനൽ ആണല്ലോ, മാറ്റമില്ലല്ലോ. എന്നാൽ ട്രിബ്യൂണൽ എടുത്ത തീരുമാനം നമുക്ക് ബോധിച്ചില്ല. നമ്മൾ ആരുടെ അടുത്ത് പരാതിപ്പെടാൻ പറ്റും? ആരുടെ അടുത്ത് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. പക്ഷെ അതിനൊരു ലൂപ്പ് ഹോൾ വെച്ചിട്ടുണ്ട്. അതാണ് 85 പ്രകാരം റിവ്യൂ. നമ്മൾ വീണ്ടും ട്രിബ്യൂണലിന്റെ മുൻപിൽ ന്യൂ എവിഡൻസ് എന്ന് ഓർത്ത് വെക്കുക. ന്യൂ എവിഡൻസ് അങ്ങനല്ല ലോയിൽ പറയുന്നത്, പക്ഷെ ന്യൂ എവിഡൻസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ പുതിയ തെളിവുകൾ നമുക്ക് ശേഖരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ട്രിബ്യൂണലിന്റെ മുമ്പാകെ വീണ്ടും പോവാം. സാർ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ തെളിവുകളൊന്നും ഇല്ലാന്നുകൊണ്ടാണ് വിധി എനിക്കെതിരായിട്ട് വന്നത്. ഇന്ന തെളിവുകളൊക്കെ വെച്ചിട്ട് താങ്കൾ വീണ്ടും ഈ കേസ് ഒന്നുകൂടെ പരിശോധിക്കണം, ഒന്നുകൂടെ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് ട്രിബ്യൂണലിന്റെ മുമ്പാകെ വീണ്ടും നമ്മൾ പരാതി കൊടുക്കുന്നതാണ് റിവ്യൂ എന്നറിയപ്പെടുന്നത്. അപ്പം സ്വന്തം തീരുമാനം തന്നെയാണ് ട്രിബ്യൂണൽ വീണ്ടും പരിശോധിക്കുന്നത്. റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, താഴെയുള്ള അതോറിറ്റി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കാനായിട്ട് ട്രിബ്യൂണൽ നിർദ്ദേശം കൊടുക്കുന്നതാണ് റിവിഷൻ എന്നറിയപ്പെടുന്നത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ സ്വന്തം തീരുമാനം, ഇറ്റ്സ് ഓൺ ഡിസിഷൻ. ശരിയല്ലേ? ഇറ്റ്സ് ഓൺ ഡിസിഷൻ, സ്വന്തം തീരുമാനം തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ട്രിബ്യൂണൽ പരിശോധിക്കുന്നത്. അതാണ് ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള റിവ്യൂ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. റിവിഷൻ സമർപ്പിക്കാൻ സമയപരിധി ഉണ്ടോ? നോ ടൈം ലിമിറ്റ്. സമയപരിധി ഇല്ല. നോ ടൈം ലിമിറ്റ് പഠിച്ചു വെക്കണേ. സമയപരിധി ഇല്ല. കാരണം എന്താ? അപ്പീൽ സമർപ്പിക്കാനുള്ള സമയം 60 ദിവസമായിരുന്നു. അത് കഴിഞ്ഞു പോയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. വീണ്ടും അതിനൊരു സമയം വെക്കാൻ കഴിയില്ലല്ലോ. അവിടെ ഒരു സമയം കഴിഞ്ഞു പോയതുകൊണ്ടല്ലേ നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് അവിടെ റിവിഷന് സമയമില്ല. എന്നാൽ റിവ്യൂവിന് 90 ദിവസം സമയപരിധി ഉണ്ട്. 90 ദിവസത്തിനുള്ളിൽ നമ്മൾ റിവ്യൂവിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവണം. ഡിസിഷൻ വന്ന് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചു. രണ്ടിനും ഫീസ് ഉണ്ട്. രണ്ടിനും ഫീസ് പറയുന്ന തുല്യ ഫീസാണ്. അത് നമ്മൾ വീണ്ടും പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ അത് പഠിച്ചു വെക്കുക. എടമക്കളെ, ഇതേ അധികാരം തന്നെ റിവിഷനുള്ള അതേ അധികാരം RCSനും ഗവൺമെന്റിനും ഉണ്ട്. റിവിഷനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ 3 മാസമാണെന്ന് ഓർത്തു വെക്കണം. ഇവിടെ സമയപരിധി ഉണ്ട്, എന്നാൽ ഇവിടെ സമയപരിധി ഇല്ല. ഇവിടെ ആർക്ക്? ട്രിബ്യൂണൽ മുമ്പാകുള്ള റിവിഷൻ 84 പ്രകാരം സമയപരിധി ഇല്ല. എന്നാൽ 87 പ്രകാരം റിവിഷൻ RCSും ഗവൺമെന്റും ഉള്ള റിവിഷന് 3 മാസം സമയപരിധി ഉണ്ട്. ഗവൺമെന്റിനും RCSനും റിവ്യൂവിനുള്ള അധികാരം ഇല്ല. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണേ? ഇനി ഓർത്ത് വയ്ക്കുക, സെക്ഷൻ 86 ഇന്റർലെക്ക്. ഇത് CSEBയുടെ PYQ ആണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇത് ചോദ്യം PYQ വന്നിട്ടുള്ളതാണ്.
ഇത് PYQ ആണ്. ഈ PYQ എന്ന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ചോദ്യം ഓഗസ്റ്റ് 3 എക്സാമിന് വരും കേട്ടോ, പ്രതീക്ഷിക്കാമേ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിലെല്ലാം തന്നെ പ്രീവിയസ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി പോയിന്റ്സ് നോക്കാം വേഗം. Appeal should be given within 60 days from the date of such award decision of the registrar or arbitration court. അതായത് ആർബിട്രേഷൻ കോർട്ടോ രജിസ്ട്രാറോ എടുത്ത തീരുമാനം നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ അവർ വിധി പ്രഖ്യാപിച്ച 60 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ട്രിബ്യൂണലിന് മുമ്പാകെ പരാതിപ്പെടണം, അല്ലെങ്കിൽ അപ്പീൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ട്രിബ്യൂണൽ ഷാൽ പാസ് ആൻ ഓർഡർ വിത്തിൻ, അതായത് ട്രിബ്യൂണലിന് മുമ്പാകെ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിന് മുമ്പാകെ നമ്മൾ പരാതി കൊടുക്കണം, അപ്പീൽ കൊടുക്കണം. അപ്പീൽ കയ്യിൽ കിട്ടിയാൽ 6 മാസത്തിനുള്ളിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും മക്കളെ? ഒരു ഓർഡർ പ്രഖ്യാപിക്കും, പുതിയൊരു വിധി പ്രഖ്യാപിക്കും. ഫ്രം ദ റെസിപ്റ്റ് ഓഫ് ദ അപ്പീൽ, അപ്പീൽ സമർപ്പിച്ച 6 മാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കും. വിധി പ്രഖ്യാപിച്ച് 15 ദിവസത്തിനുള്ളിൽ such order shall be communicated with the copies thereof within 15 days. സെക്ഷൻ 82. എന്നാൽ 7 ദിവസം എന്ന് പറയുന്നുണ്ട്. റൂൾ 14, 12, 15 ദിവസമാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എടാ മക്കളെ, ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നമുക്കൊരു വിധി കിട്ടി, ആർബിട്രേഷൻ കോർട്ടിന്റെയോ ആർസിസിന്റെ വിധി കിട്ടി. വിധി സംതൃപ്തി ഇല്ല എങ്കിൽ അടുത്ത 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രിബ്യൂണലിന് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കണം. അപ്പീൽ കയ്യിൽ കിട്ടിയാൽ അപ്പീൽ സമർപ്പിച്ച് കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ദിവസം മുതൽ 6 മാസത്തിനുള്ളിൽ ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിക്കും. വിധി എന്നാണോ പ്രഖ്യാപിക്കുന്നത്, ആ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ 15 ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിച്ച വിധി അതിന്റെ പകർപ്പ് ആർക്ക് കൊടുത്തിരിക്കണം? ആരാണ് അപ്ലൈ ചെയ്തത് അദ്ദേഹത്തിന് അതിന്റെ പകർപ്പ് കൊടുത്തിട്ടുണ്ടാവണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. 3 പ്രധാനപ്പെട്ട മാസങ്ങൾ, ദിവസങ്ങളാണ് ഓർത്തു വെക്കുക. ഇനി റൂൾ 98 ശരിക്കും പറഞ്ഞാൽ ഫോംസ് ആൻഡ് ആപ്ലിക്കേഷനെ കുറിച്ച്. നമ്മുടെ ചോദ്യം ഫോം ആയിരുന്നല്ലോ. ഈ ഫോംസിനെ കുറിച്ച്, ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? റൂൾ 98 അത് ഓർത്തു വെക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? 98(1)(a) പറയുന്നു എവരി അപ്പീൽ മെമ്മോറാണ്ടം ടു ദ ട്രിബ്യൂണൽ അണ്ടർ സബ്സെക്ഷൻ 1 സെക്ഷൻ 82. 82 സെക്ഷൻ നമ്മൾ പഠിച്ചു. ട്രിബ്യൂണലിന്റെ മുമ്പാകെ പരാതിപ്പെടാൻ കഴിയുന്നവ. ട്രിബ്യൂണലിന് മുമ്പാകെ 82 പ്രകാരം പരാതിപ്പെടുമ്പോൾ ഫോം നമ്പർ 15 പ്രകാരമാണ് അപ്പൻഡിക്സ് 2-ലെ ഫോമുകൾ പറയുന്നത്. അപ്പം ഫോം നമ്പർ 15 നമ്മൾ എന്ത് ചെയ്യുന്നത്? അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അടുത്തത് പറയുന്നു എവരി ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ. അപ്പോൾ അപ്പീലുമായി ബന്ധപ്പെട്ട ഫോം 15. ഇവിടെ പറഞ്ഞ റിവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ 85 പ്രകാരം നമ്മൾ റിവ്യൂവിന് സമർപ്പിക്കുമ്പോൾ ഏത് ഫോമിലായിരിക്കണം? ഫോം നമ്പർ 16 ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫോം നമ്പർ 16. ഇനി അടുത്തത് all principal application other than memorandum of appeal application review shall be headed with the cause title in form 70 appendix 2. അതായത് ഈ മേളിൽ പറഞ്ഞിരിക്കുന്നവ അല്ലാതെ മറ്റുള്ളവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോം 70. മറ്റുള്ളവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയുള്ളൂ? അപ്പീല്, റിവ്യൂ, റിവിഷൻ. അപ്പൊ 17 എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാവാം? റിവിഷനുമായി ബന്ധപ്പെട്ടതാവാം. ഓക്കെ ആണേ? അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഫോം 3 പ്രധാനപ്പെട്ട ഫോമുകളാണ്, അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അതുമായി ബന്ധ ഫീസ് ഒന്ന് പറഞ്ഞു പോകാം, ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ്. എടാ മക്കളെ, അപ്പീൽ, റിവിഷൻ, റിവ്യൂ, അതായത് 3 അധികാരം ആർക്കുള്ളൂ? ട്രിബ്യൂണലിനുള്ള അല്ലെ? അപ്പൊ ട്രിബ്യൂണലിന് മുമ്പാകെ ചെല്ലുന്ന അപ്പീൽ, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അപ്പീൽ, റിവിഷൻ, റിവ്യൂവിന്റെ ഫീസിനെ കുറിച്ച് പറയുമ്പോൾ അപ്പീലുമായി ബന്ധപ്പെട്ട ഫീസാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, കാരണം മാറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്ന ഇടയ്ക്ക്. എടാ മക്കളെ, അപ്പീലുമായി ഫീസ് ഫോർ അപ്പീൽ ബിഫോർ, അപ്പീലുമായി ബന്ധപ്പെട്ട ഫീസ് ആണ് പറയുന്നത്. എന്തെങ്കിലും പണപരമായിട്ടുള്ള തർക്കമാണെങ്കിൽ, എന്തെങ്കിലും മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമായിട്ടുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ എത്ര രൂപയുടെ തർക്കവുമായിട്ടാണോ നമ്മൾ പോകുന്നത് ആ തുകയുടെ 5% നമ്മൾ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, മിനിമം 500, മാക്സിമം 3000. അതായത് ഏതെങ്കിലും ഒരു തുകയുമായി ബന്ധപ്പെട്ട തർക്കമാണെങ്കിൽ ആ തുകയുടെ 5% ആണ് ഫീസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ തുകയുടെ 5% എടുക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു 100 രൂപയെ വന്നുള്ളൂ എന്നിരിക്കട്ടെ. 100 രൂപയെ വന്നുള്ളൂ. നമുക്ക് 100 രൂപ ഫീസ് അടച്ചാൽ മതിയോ? പോരാ, മിനിമം 500 രൂപ ഫീസ് അടയ്ക്കണം. അങ്ങനെ വന്നാൽ നമ്മൾ 500 രൂപ ഫീസ് കൊടുക്കണം, മിനിമം 500 കൊടുക്കണം. ഇനി ഒരു തുകയുടെ, അതായത് തർക്കവുമായി ബന്ധപ്പെട്ട തുകയുടെ 5% കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3000 രൂപയിൽ കൂടുതൽ, എക്സാമ്പിൾ 5000 രൂപ എന്ന് പറയുന്നതാണ് ഏതൊരു തുകയുടെ 5% കിട്ടിയത്. ഏതെങ്കിലും ഒരു തുകയുടെ 5% എന്ന് പറയുന്നത് 5000 വന്നു. നമ്മൾ 5000 രൂപ ഫീസ് കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 3000 കൊടുത്താൽ മതി. ഓക്കെ ആണേ? 5% മതി, പക്ഷേ മിനിമം 500, മാക്സിമം 3000 ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിനിടയിലുള്ള സംഖ്യ ഏതാണോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഏതെങ്കിലും സംഖ്യയാണ് ഫീസ് ആയിട്ട് വരുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. എക്സാമ്പിൾ ഒരു 2225 രൂപയാണ് നമ്മൾ 5% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ആ 2225 എന്ത് ചെയ്യുക? ഫീസ് ആയിട്ട് കൊടുക്കുക.
ആരുടെ മുൻപാകെ? അപ്പീൽ ബിഫോർ ട്രിബ്യൂണൽ. ഇനി പണപരമല്ലാത്ത തർക്കങ്ങൾ, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്. നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പണപരമായുള്ള തർക്കങ്ങൾ ആദ്യം പോകേണ്ട രജിസ്ട്രാറിന്റെ മുമ്പാകെയാണ്. പണപരമല്ലാത്ത തർക്കങ്ങൾ ആർബിട്രേഷൻ കോർട്ടിന്റെ മുമ്പാകെയാണ് പോകുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. ഇത് രണ്ടിനും ഫൈനൽ ഡിസിഷൻ വീണ്ടും ആരുടെ മുമ്പാകെ വരും? പരാതിപ്പെട്ട ട്രിബ്യൂണലിന്റെ മുമ്പാകെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ പണപരമായിട്ടുള്ള തർക്കങ്ങൾ നമ്മൾ പോകുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട്. ഓർത്ത് വെക്കുക, മോണിറ്ററി ഡിസ്പ്യൂട്ട് ഇവിടെ എഴുതി വെക്കാവേ. മോണിറ്ററി ഡിസ്പ്യൂട്ട് RCS. നോൺ മോണിറ്ററി ആണെങ്കിൽ ആരുടെ മുമ്പാകെയാണ്? ആർബിട്രേഷൻ കോർട്ടിന്റെ മുമ്പാകെയാണ് ആദ്യം പരാതിപ്പെടേണ്ടത്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലിന്റെ മുമ്പാകെ ചെല്ലുന്ന അപ്പീൽ ആണെങ്കിൽ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 3000 രൂപ ഫീസ് കൊടുക്കണം. മറ്റുള്ളവയാണെങ്കിൽ 750 രൂപ കൊടുക്കണം. ഇതെല്ലാം അമെന്റ്മെന്റ് മാറി വന്നതാണ് കേട്ടോ. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 3000, മറ്റുള്ളവയാണെങ്കിൽ 750 രൂപ. ഇനി അപ്പീലിന്റെ കാര്യം നമ്മൾ പഠിച്ചു. റിവിഷനും റിവ്യൂ ഉണ്ടല്ലേ? റിവിഷനും റിവ്യൂ ഇതിന് സമയപരിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? റിവ്യൂവിന് സമയപരിധി ഉണ്ട് 90 ദിവസം. എന്നാൽ ഇതിന് സമയപരിധി ഇല്ലായിരുന്നു അല്ലെ? റിവിഷനും റിവ്യൂവിനും രണ്ടിനും 325 രൂപയാണ് നമ്മൾ ഫീസ് സമർപ്പിക്കേണ്ടത്. പഠിച്ചു വെക്കുക കേട്ടോ, കൃത്യമായിട്ട് പഠിക്കുക. രണ്ടിനും 325. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഗവൺമെന്റിന്റെ RCSന്റെ മുൻപാകെ അപ്പീലിന് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പീലിന് പോകാം, റിവിഷന് പോകാം. റിവ്യൂവിന് പോകാൻ കഴിയില്ല. അപ്പീലിന് പോകുമ്പോൾ എങ്ങനെയാണ് ഫീസ് കൊടുക്കേണ്ടതെന്ന് പറയാം. ഗവൺമെന്റിന്റെയോ RCSന്റെ മുൻപാകെ അപ്പീൽ സമർപ്പിക്കുമ്പോൾ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ ഒരു എംപ്ലോയി ആണ് ഈ അപ്പീൽ സമർപ്പിക്കുന്നത് എങ്കിൽ 4500 രൂപയും, എന്നാൽ ആ സൊസൈറ്റിയുടെ കമ്മിറ്റിയിലെ ഒരു അംഗമോ, എന്നാൽ സൊസൈറ്റിയിലെ ഒരു അംഗമോ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും സമർപ്പിക്കുന്ന അപ്പീൽ ആണെങ്കിൽ 5000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. അപ്പീൽ ഗവൺമെന്റിന്റെ RCSന് മുമ്പാകെ അപ്പീൽ സമർപ്പിക്കുമ്പോൾ എംപ്ലോയി ആണെങ്കിൽ 4500, മറ്റുള്ളവരാണെങ്കിൽ 5000 രൂപ. താഴെ പറയുന്നു, റിവിഷൻ സമർപ്പിക്കുമ്പോൾ ഗവൺമെന്റിന്റെ RCSന് മുമ്പാകെ നമുക്ക് റിവിഷൻ സമർപ്പിക്കാൻ കഴിയും. റിവിഷൻ സമർപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ആണെങ്കിൽ 1500 രൂപ ഫീസ് കൊടുക്കണം. എന്നാൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ആണെങ്കിൽ കമ്മിറ്റി മെമ്പറോ സൊസൈറ്റിയിലെ മെമ്പറോ മറ്റുള്ളവർ ആരെങ്കിലും ആണെങ്കിൽ 5000 രൂപയും കൊടുക്കണം, ഫീസായിട്ട് കൊടുക്കണം എന്ന് ഓർത്ത് വെക്കുക. റിവിഷൻ ബൈ ഗവൺമെന്റ് ആണ്. എന്നാൽ ഇവിടെ നമ്മൾ പഠിച്ചു റിവിഷൻ ബൈ ഗവൺമെന്റ് പഠിച്ചു. എന്നാൽ ഇവിടെ പഠിച്ചു റിവിഷൻ ട്രിബ്യൂണലിന് മുമ്പാകെയാണ് 325. റിവ്യൂ ഗവൺമെന്റ് മുമ്പാകെ ആണെങ്കിൽ നമ്മൾ റിവ്യൂ ഇല്ല, ഗവൺമെന്റ് മുമ്പാകെ ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള റിവ്യൂ ആണെങ്കിൽ 325 ആണ്. എന്നാൽ ഇവിടെ പറഞ്ഞ ഏതാണ്? ഗവൺമെന്റ് RCSന് മുമ്പാകെയുള്ള റിവിഷൻ ആണ് ഈ പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലെ? ക്ലിയർ അല്ല മക്കളെ? അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ആപ്ലിക്കേഷൻ ഫോർ റീക്ലാസിഫൈ എ മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടു ദ നെക്സ്റ്റ് ഹയർ ക്ലാസ് ഷാൽ ബി അക്കംപൈൻഡ് ബൈ ചെല്ലാർ റെസിപ്റ്റ് ഓഫ്. അതായത് ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് കയറാം. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ പല രീതിയിലുണ്ട്. അതിന്റെ പല രീതിയിലുള്ള ക്ലാസ് നമ്മൾ എടുക്കുന്നതാണ്. A ക്ലാസ്, B ക്ലാസ് അതുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 അങ്ങനെ ഏകദേശം 9 തരത്തിൽ ക്ലാസ് ചെയ്യുന്നുണ്ട് അല്ലെ? ക്ലാസ് 1 തൊട്ട് ക്ലാസ് 7 വരെ ഉണ്ട്. പിന്നെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ഉണ്ട്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ഉണ്ട്, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ഉണ്ട്. അങ്ങനെ 9 തരത്തിലുണ്ട്. പിന്നെ ABCD എന്ന് തരംതിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളതാണ്. A എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 60% അതിന് മുകളിൽ മാർക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ A ക്ലാസിഫൈ എന്ന് പറയുന്നത് അല്ലെ? 60 എബോവ് ആണെങ്കിൽ മാത്രമാണ്, 60 അതിന് എബോവ് ആണെങ്കിൽ A എന്ന് തരംതിരിക്കുന്നു. 50 to 60 വരെ വരുന്ന സൊസൈറ്റികളാണെങ്കിൽ നമ്മൾ അതിനെ B എന്ന് തരംതിരിക്കുന്നു. 35 മുതൽ 50 വരെ വരുന്നതിനെ C എന്നും, അതിലേക്ക് താഴേക്കുള്ളതിനെ നമ്മൾ D എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. A ക്ലാസ് എന്ന് പറയുന്ന സൊസൈറ്റിയിൽ 20% കൂടുതൽ ഓവർഡ്യൂ പാടില്ല. B എന്ന് പറയുന്ന 25% കൂടുതൽ ഓവർഡ്യൂ പാടില്ല. അതായത് ലോൺ കൊടുത്ത് ലോൺ കളക്ഷൻ പ്രിൻസിപ്പൾ ഉൾപ്പെടെ 20% കൂടുതൽ ഓവർഡ്യൂ വരാൻ പാടില്ല. ആർക്ക്? A ക്ലാസിഫിക്കേഷൻ ഉള്ള സൊസൈറ്റികൾക്ക്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടതല്ല, നമുക്ക് ഫീസാണ് ഇവിടെ നോക്കേണ്ടത്. ഒരു സൊസൈറ്റി അതിന്റെ അപ്പർ ക്ലാസിഫിക്കേഷനിലേക്ക് കയറേണ്ടതിന് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എത്ര രൂപയാണ് ഫീസ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരാൻ ചാൻസ് വളരെ കുറവാണ്. അമെന്റ്മെന്റ് പഠിച്ചിട്ടുള്ളവർക്ക് വേഗം ഉത്തരം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ 500 എന്ന ഉത്തരം കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ ഉത്തരം വരുന്നത് 750 രൂപയാണ്. കാരണം അമെന്റ്മെന്റിലൂടെ ഇപ്പോൾ മാറ്റം വന്നതാണ് 500 രൂപ എന്നുള്ളതിനെ. നമുക്ക് നോക്കാം. സെക്ഷൻ 80(1) പ്രകാരമാണ് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷന് വിധേയമാക്കാറുണ്ട്. 2 തരത്തിൽ എന്ന് പറയുമ്പോൾ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ പ്രവർത്തന മേഖല ഏതാണ്?
അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലുള്ള ഏത് ഒബ്ജക്റ്റീവിൽ പ്രവർത്തിക്കുന്നത്, മാർക്കറ്റിംഗ് ആണോ, കൺസ്യൂമർ ആണോ, അങ്ങനെ ഏത് തരത്തിലുള്ള സൊസൈറ്റി, ക്രെഡിറ്റ് ആണോ, ഏത് സൊസൈറ്റി ആണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ. അതാരാണ്? റൂൾ 15 പ്രകാരം RCS ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റൂൾ 15 പ്രകാരം RCS ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ പലതവണ PYക്ക് വന്നിട്ടുള്ളതാണ് അല്ലേ. ഫിനാൻഷ്യൽ സാമ്പത്തിക ഭദ്രത അനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ പറയുന്നത്, ഗവൺമെന്റ് ഷാൽ ക്ലാസിഫൈ സൊസൈറ്റി അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി അടുത്ത ഞാൻ ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. റൂൾ 15 പ്രകാരം പലതരത്തിലുള്ള സൊസൈറ്റി, മാർക്കറ്റിംഗും കൊയർ മാർക്കറ്റിംഗ് ഇങ്ങനെ കുറെ ഉണ്ടല്ലേ. RCS ഷാൽ ക്ലാസിഫൈ സൊസൈറ്റി അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പൽ ഒബ്ജക്ട്. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിന്റെ ബേസിൽ ആര് ക്ലാസിഫൈ ചെയ്യും? RCS ക്ലാസിഫൈ ചെയ്യും. ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ബേസിൽ ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യും. പഠിച്ചു വയ്ക്കുക. ഗവൺമെന്റ് മേ on their own motion or otherwise after consultation with the registrar revise the classification reclassification once in 3 years. 3 വർഷത്തിൽ ഒരിക്കലാണ് ഈ ക്ലാസിഫിക്കേഷൻ ഗവൺമെന്റ് നടത്താറുള്ളത് എന്ന് പറയുന്നത്. 3 വർഷത്തിൽ ഒരിക്കലാണ്. ഇനി ഫിനാൻഷ്യൽ പൊസിഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഷാൽ ബി കാൽക്കുലേറ്റഡ് 12 months ആവറേജ് ഓഫ് ദ ഇയർ. അതായത് ഒരു വർഷത്തെ 12 month ആയിട്ട് 12 മാസമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊന്നും പഠിക്കേണ്ട, അതൊന്നും ചോദ്യം വരാൻ സാധ്യതയില്ല. Each month's financial position calculated on the last day of the month. ഓരോ മാസത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ ആ മാസത്തിന്റെ അവസാന ദിവസമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡിപ്പോസിറ്റ്, ലോൺ, ഓട്ട് ക്ലാസിഫിക്കേഷൻ, ഡിവിഡൻഡ് ഇതിനെല്ലാം വെച്ചുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറയുന്നു. ഓർത്ത് വെക്കുക. എടാ മക്കളെ, ഫീസ് ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. സച്ച് എമൗണ്ട് നമ്മളിപ്പോ ഒരു ഫീസ് കൊടുത്തു, 3 വർഷത്തിൽ ഒരിക്കലുള്ള ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയെ റീക്ലാസിഫൈ ചെയ്യാൻ, ഉയർത്താനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ ഈ പറയുന്ന ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്ത് അപേക്ഷ സമർപ്പിച്ചു ക്ലാസിഫൈ ചെയ്യാൻ, പക്ഷെ ക്ലാസിഫിക്കേഷൻ നടന്നില്ല. ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഉയർത്താൻ സാധിക്കില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഫീസ് തിരികെ കിട്ടുമോ? തിരികെ കിട്ടില്ല. ഏതൊക്കെ സൊസൈറ്റി ഏതൊക്കെ ഫീസ് ആണെന്ന് താഴെ ഞാൻ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പാക്സ്, ഫാർമർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, എംപ്ലോയി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്, പി-കാർഡ് ബാങ്ക്, UCB, അതർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് എങ്കിൽ 3000 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും വരുന്ന സൊസൈറ്റികളിൽ 3000 രൂപ കൊടുത്താൽ മാത്രമേ റീക്ലാസിഫിക്കേഷൻ ചെല്ലാൻ റെസിപ്റ്റ് അപേക്ഷ കൊടുത്താൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ. ഇനി അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, മറ്റുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 750 രൂപയാണ് എന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും 3000 രൂപ, മറ്റുള്ളവയ്ക്ക് 750 ആണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം വേഗം പോകുന്നു. Every application for opening branches by PAX shall be accompanied by HLR receipt of. അതായത് ഒരു പാക്സ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് അല്ല, ക്രെഡിറ്റ് സൊസൈറ്റി PYക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പുതുതായിട്ട് ഓപ്പൺ ചെയ്യണം. പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ അവർ എത്ര രൂപ ഫീസ് കൊടുക്കണം? ഓപ്ഷൻ എ 10,000, 2,000, 5,000, 7,500. എത്രയാണ് മക്കളെ? നിങ്ങൾ 5,000 എന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇതിന് ഉത്തരം ഡി ആണ്, 7,500 ആണ്. 5,000 ആയിരുന്നതിനെ വീണ്ടും മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ഫീസ് മാത്രം വേഗം ഒന്ന് പറഞ്ഞു പോകാം. കേരള ബാങ്കോ കേസ് കാർഡ് ബാങ്കോ ആണെങ്കിൽ അവരുടെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ 15,000 രൂപയാണ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. എന്നാൽ പാക്സ്, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പി-കാർഡ് ബാങ്കുകൾ, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഫാർമർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളാണെങ്കിൽ 7,500 രൂപ ഫീസ് സമർപ്പിക്കണം. അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി, അതർ മിസലേനിയസ് സൊസൈറ്റികളാണെങ്കിൽ 5,000 രൂപയും ഫീസ് സമർപ്പിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇതും നേരിൽ പറഞ്ഞ പോലെ തന്നെ ഫീസ് സമർപ്പിച്ച് റീക്ലാസിഫൈ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലോ ഫീസ് തിരികെ കിട്ടുന്നതല്ല എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഇത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും PYQs ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് എക്സാമിന് പോവുക. നല്ലൊരു എക്സാം ആയിട്ട് എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.